കോൺഗ്രസിലെ തർക്കങ്ങൾ തന്നെയാണ് ഇന്നും സജീവമായി ഈ ഒരു വാർത്താ ദിനത്തെ സജീവമാക്കുന്നത്. പ്രത്യേകിച്ചും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 37ഓളം സീറ്റുകളിൽ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. മിക്ക സീറ്റുകളിലും ആശയക്കുഴപ്പവും അവ്യക്തതയും തർക്കങ്ങളുമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കഠിന ശ്രമം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. എംപിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് പ്രധാനപ്പെട്ട തർക്കങ്ങളിൽ ഒന്ന്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് അത് തടസ്സമാകുന്നുണ്ട്. എംപിമാർക്ക് ഇളവ് നൽകരുത് എന്ന നിലപാടിൽ സതീഷ് ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം അനിശ്ചിതത്വം തുടർന്നാൽ ജയസാധ്യതകൾക്ക് അത് വെല്ലുവിളിയാകും എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. സുധാകരൻ ഒരു പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കാം. അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടി ജി സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന വലിയ ഒരു കടമ്പയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അത് മറികടക്കണം, അതിനുള്ള ശ്രമങ്ങളുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. രമേശ് ചെന്നിത്തല അതിനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ സുധാകരൻ അനുകൂലമായി വരുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ തന്നെ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നെങ്കിൽ കൂടിയും ഇത് പൂർണ്ണമായ തർക്ക ഇടങ്ങളെ ഒന്നും പരാമർശിക്കാത്ത തരത്തിലുള്ള ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ നേരത്തെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തു വിടണം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തർക്കമില്ലാത്ത ഇടങ്ങളെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണ് പുറത്തു വരിക. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 3 ദിവസം പിന്നീടാൻ പോവുകയും 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസിന് പൂർണ്ണ അർത്ഥത്തിൽ ഈ തർക്കപരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ്. തന്ത്രപ്രധാനമായ 37 മണ്ഡലങ്ങളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ? ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. എംപിമാരുമായി ഹൈക്കമാൻഡ് ഇന്നലെ നടത്തിയ ആശയവിനിമയത്തിൽ എംപിമാർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന സൂചന നൽകിയിട്ടുണ്ട്. എംപിമാർ എന്ന് പറയുന്നത് കെ സുധാകരനും അടൂർ പ്രകാശുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം ഇന്നാണ് അവർക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. നിലവിലെ ധാരണ പ്രകാരം എംപിമാർക്ക് സീറ്റില്ല. പക്ഷേ അവസാന നിമിഷം ഇനിയും നാടകീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നതാണ് സാഹചര്യം. അപ്പോൾ എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആവുന്നില്ല. മറ്റൊന്ന് തർക്കമണ്ഡലം ാണ്. നോക്കൂ, തിരുവനന്തപുരം 14 നിയമസഭാ മണ്ഡലമുള്ള ജില്ലയാണ്. അതിൽ 12 ഇടത്തും മത്സരിക്കുന്നത് കോൺഗ്രസ് നേരിട്ടാണ്. ഈ 12 ഇടത്തെ 3 ഇടത്ത് മാത്രമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ തന്ത്രപ്രധാനമായ ഇടത്ത് പോലും ഇങ്ങനെ തർക്കം തുടരുകയാണ്. VS ശിവകുമാറിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ട്. അങ്ങനെ ജില്ലയിൽ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ടയിലേക്ക് ചെല്ലുമ്പോഴും തർക്ക വിഷയങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. പത്തനംതിട്ടയും പരാമർശിക്കാതുള്ള ലിസ്റ്റ് പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആറന്മുള പോലെ, കോന്നി പോലെയുള്ള തർക്ക ഇടങ്ങളിലൊന്നും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഏറെക്കുറെ പൂർണ്ണമായ പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ്. മറ്റിടങ്ങളിലെല്ലാം ഇപ്പോഴും തർക്കം തുടരുന്നു എന്നതാണ് സാഹചര്യം. അത് വലിയ വെല്ലുവിളിയാണ്. എറണാകുളം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാണ്. അവിടുത്തെ പെരുമ്പാവൂർ, കൊച്ചി, തൃപ്പൂണിത്തറ പോലെ തർക്ക ഇടങ്ങളിലെ ഒന്നും പരാമർശിക്കാതെയുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഇന്നലത്തെ പുറത്തു വന്ന ലിസ്റ്റിൽ ആകെ ഒരു തർക്ക ഇടങ്ങളെ പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുത്തു എന്ന് പറയാൻ കഴിയുന്നത് ചിറയൻകീഴിലാണ്. അവിടെ തർക്കമുണ്ട് ഉള്ള ഇടങ്ങളിലും അവിടെ പക്ഷേ രമ്യ ഹരിദാസിനെ തന്നെ പ്രഖ്യാപിച്ചു എന്നതാണ് ഇന്നലത്തെ സാഹചര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ എന്ന് മാധ്യമങ്ങളെ കാണുന്നതുമുണ്ട്. പേരാവൂരിൽ സണ്ണി ജോസഫിന് അടക്കം വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യം സുധാകരൻ അനുകൂലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിർണായകമാണ്. കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ തുടർ ചലനങ്ങൾ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലായിരിക്കും കോൺഗ്രസ് നീക്കം. മറ്റൊരു പ്രധാന കാര്യം, ഈ കോൺഗ്രസിലെ തർക്കങ്ങൾ എത്തിച്ചിരിക്കുന്ന ഒരു വഴി കൂടിയുണ്ടല്ലോ സജിത്ത്. കാരണം രമേശ് ചെന്നിത്തല VD സതീശനാണ് യാത്രയക്കം അടക്കം നയിച്ച് കോൺഗ്രസിന് ഇതിനു മുൻപുള്ള വിജയങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരാൾ. സതീശൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ മുൻനിരയിലേക്ക് വന്ന ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു. സതീശനാണ് ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത് എംപിമാർ മത്സരിക്കരുത് എന്നുള്ളത്. രമേശ് ചെന്നിത്തല ആകട്ടെ മറ്റൊരു നിലപാടിലേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നേതാക്കൾ തമ്മിലുള്ള ഭിന്നത കൂടി ഈ തർക്കങ്ങൾക്കിടയിൽ വലുതാകുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നു. കോൺഗ്രസിന്റെ സാധ്യതകളെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ ഹൈക്കമാൻഡ് എങ്ങനെയാണ് കാണുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഇനി നേതാക്കൾക്കിടയിലെ തർക്കം മൂർച്ഛിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി വളർന്നു പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് നേതാക്കൾക്കിടയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ പോലും പൊതുവിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. സംസ്ഥാനത്തെ VD സതീശൻ അടക്കമുള്ള നേതാക്കളാണ്
MP മാർ മത്സരിക്കേണ്ടതില്ല, അത് തെരഞ്ഞെടുപ്പിൻ്റെ പൊതു സാധ്യതകളെ ബാധിക്കുമെന്ന അവസ്ഥ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ MP മാർക്കടക്കം ഇവർക്കോട് എതിർ നിലപാടുണ്ട്. സണ്ണി ജോസഫിനോടും VD സതീശനോടും കടുത്ത എതിർ നിലപാടുകളാണ് അവർക്കുള്ളത്. ഈ കെ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ പേരാവൂരിലെ സണ്ണി ജോസഫിൻ്റെ സാധ്യതകളെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന വിഷയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് സുധാകരൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം ആ അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. CK ജാനു UDFിൻ്റെ പുതിയതായി കടന്നു വന്ന ഘടകകക്ഷിയാണ് CK ജാനുവിൻ്റെ പാർട്ടി. പക്ഷേ CK ജാനുവിന് മാനന്തവാടിയിൽ സീറ്റ് കൊടുത്തിട്ടില്ല. CK ജാനുവിന് ഉറപ്പ് കൊടുത്തതാണ് സീറ്റ് കൊടുക്കുമെന്ന ആവശ്യം. ഒന്നിലധികം സീറ്റുകളാണ് CK ജാനു ആവശ്യപ്പെട്ടത്. അപ്പോൾ പുതിയതായി CK ജാനുവിനെ പോലെയുള്ള ഒരു വ്യക്തിയെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് നേട്ടമായി അവകാശപ്പെടുന്ന UDFിന് എന്തുകൊണ്ട് അവർക്ക് സീറ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമുണ്ടാവുന്നുണ്ട്. മറ്റൊന്ന് സണ്ണി M കബിക്കാടാണ്. വൈക്കത്ത് അദ്ദേഹവുമായി UDF ചർച്ച നടത്തിയതാണ്. VD സതീശൻ സീറ്റ് നൽകുമെന്ന ഉറപ്പ് സണ്ണി M കബിക്കാടിന് നൽകുകയും അത് വലിയ വാർത്തകൾ വരികയും ചെയ്തതാണ്. ഇതാ ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അവിടെ പ്രഖ്യാപിച്ചത് മറ്റൊരാളെയാണ്. സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധം ആ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സണ്ണി കബിക്കാട് തന്നെ VD സതീശൻ്റെ ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം അട്ടിമറിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലേക്ക് ആ വിവാദങ്ങൾ മാറുകയാണ്. അപ്പോൾ ആദ്യ ആലോചനകൾക്കൊപ്പം പ്രഖ്യാപനം വരുമ്പോൾ അതിനോട് നീതി പുലർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഒരു ഭിന്നത വളർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുകയായിരിക്കും ഇനിയുള്ള നേതൃത്വത്തിൻ്റെ ചുമതല. അതിൽ ഹൈക്കമാൻഡിൻ്റെ നിലപാട് നിർണായകമാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വന്നേക്കാം. അതേസമയം ഇന്നലെ പ്രഖ്യാപിച്ച ആദ്യഘട്ട പട്ടികയിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ട്. അവർ കാര്യമായി തന്നെ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുമായുള്ള വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കാം. സുധാകരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി ഡൽഹിയിൽ തുടരുന്നുണ്ട്. നേതാക്കൾക്കിടയിലെ ഭിന്നതയും കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. അതും പരിഹരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, സീറ്റിനായി കെ സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ കണ്ണൂരിൽ പരസ്യമായി സുധാകരനെ അനുകൂലിക്കുന്നവർ തെരുവിലിറങ്ങി. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പന്തം കൊളുത്തി പ്രകടനം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിലേക്ക് വരാം. സുമേഷ് മോറാഴ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സുമേഷ്, സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ പതിക്കുന്നു, അണികൾ തെരുവിലിറങ്ങുന്നു. കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നേതാക്കൾക്കിടയിലുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. എന്താണ് ഇന്നലെ അടക്കം കണ്ണൂരിൽ സുധാകരൻ തട്ടകത്ത് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, കണ്ണൂരിൽ കെ സുധാകരൻ അപ്രസക്തമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഏകദേശം 12 മണിയോടുകൂടി ഈ സുധാകരൻ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അതായത് സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും മിഞ്ഞാന്നുമായി ഈ സുധാകരൻ അനുകൂലികൾ ഈ സീറ്റിന് വേണ്ടിയുള്ള കടുംപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി DCC